നമസ്കാരം. ഭാരതത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെയും പരമാധികാരത്തെയും അഖണ്ഡതയും തൊട്ടുകളിക്കാൻ നോക്കിയാൽ അത് ലോകത്തെ എത്ര വലിയ കൊമ്പനായാലും ശരി, അവനെ അവൻ്റെ മണ്ണിൽ പോയി അടിച്ചിരിക്കുമെന്ന കടുത്ത സന്ദേശമാണിപ്പോൾ കേന്ദ്ര സർക്കാർ ആഗോള നയതന്ത്ര തലത്തിൽ നൽകിയിരിക്കുന്നത്. പഹൽഗാമിൽ ചോരപ്പുഴ ഒഴുക്കാൻ ശ്രമിച്ച പാക് ഭീകരർക്കും അവർക്ക് പിന്നിൽ നിന്ന് സർവ്വ പിന്തുണയും സാമ്പത്തിക സഹായം നൽകിയ പാകിസ്ഥാൻ എന്ന രാജ്യത്തിനും അതിനോടൊപ്പം ചേർന്ന് ഭാരത വിരുദ്ധ ചേരിക്ക് ഒത്താശ പാടിയ തുർക്കിക്കും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രഹരമാണ്. അതിർത്തി കടന്നുള്ള പാക് ഭീകരതയുടെ വേരിറക്കാൻ ഭാരതീയ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിനിടെ പാകിസ്ഥാന് തന്ത്രപ്രധാനമായ സൈനിക സാങ്കേതിക സഹായങ്ങൾ നൽകാൻ തുർക്കി കാണിച്ച ധാർഷ്ട്യത്തിനാണിപ്പോൾ കേന്ദ്ര സർക്കാർ നട്ടെല്ലൊടിക്കുന്ന മറുപടി നൽകിയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ വിപണിയിൽ പതിറ്റാണ്ടുകളായി വേരൂന്നി കോടികൾ കൊയ്തിരുന്ന പ്രമുഖ തുർക്കിഷ് കമ്പനിയായ സെലിബി ഏവിയേഷന്റെ സുരക്ഷാ അനുമതി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരൊറ്റ രാത്രി കൊണ്ട് റദ്ദാക്കി. ഈ ഒരൊറ്റ തീരുമാനത്തിലൂടെ തുർക്കിഷ് കമ്പനിക്ക് ഭാരത മണ്ണിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് നഷ്ടമായത് $500 മില്യൺ. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ ഏകദേശം 47,112 കോടിയിലധികം രൂപ. നീണ്ട 17 വർഷം കൊണ്ട് ഭാരതത്തിൽ കെട്ടിപ്പടുത്ത സാമ്രാജ്യം ഒരൊറ്റ ദിവസം കൊണ്ട് വട്ടപൂജ്യമായി മാറിയെന്ന് കമ്പനി ചെയർപേഴ്സൺ കാനൻ സെലിബിയോഗ്ലു തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നു. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരിഞ്ച് വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ ഡൽഹി ഹൈക്കോടതിയും തുർക്കി കമ്പനിയെ കൈവിട്ടതോടെ ഇവർക്ക് മുന്നിലെ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുകയാണ്. ഈ തന്ത്രപ്രധാനമായ നീക്കത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരർ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് ഭാരതീയ സൈന്യം നൽകിയ അതിശക്തവും നിർണായകവുമായ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിർത്തി കടന്നുള്ള ഭീകരതയുടെയും അവരെ പോറ്റുന്ന പാക് മണ്ണിലെ ഭീകരതാ കേന്ദ്രങ്ങളുടെയും വേരിറക്കാൻ ഭാരത സർക്കാർ സർവ്വസന്നദ്ധമായി സൈനിക നീക്കം തുടങ്ങിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ എന്ന ഭീകരവാദി രാജ്യം പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരുന്നു. ഭാരതത്തിൻ്റെ സൈനിക ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയാതെ പാക് സൈന്യവും അവരുടെ ഭരണാധികാരികളും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ യാചനയുമായി ഓടി നടന്ന സമയമായിരുന്നു അത്. എന്നാൽ ആഗോളതലത്തിൽ ഭാരത വിരുദ്ധ നിലപാടുകൾ സ്ഥിരമായി സ്വീകരിക്കുന്ന തുർക്കി ഈ ഘട്ടത്തിലും തങ്ങളുടെ പതിവ് കുതന്ത്രങ്ങളുമായി രംഗത്ത് വരികയാണ് ഉണ്ടായത്. അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന്റെ കള്ളപ്രചാരണങ്ങൾക്ക് കൂട്ടുനിൽക്കുക മാത്രമല്ല ചെയ്തത്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കത്തിൽ ഭാരതത്തെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ ആവശ്യമായ തന്ത്രപ്രധാന സൈനിക ഉപകരണങ്ങളും സാങ്കേതിക സഹായങ്ങളും പരസ്യമായി നൽകാൻ തുർക്കി തയ്യാറായി. ഭാരതത്തിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശത്രുരാജ്യത്തിന് യുദ്ധകാല അടിസ്ഥാനത്തിൽ സഹായം നൽകിയ തുർക്കിയുടെ ഈ നടപടി ഭാരത സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിച്ചത്. ശത്രുരാജ്യമായ പാകിസ്ഥാന് സൈനിക പിന്തുണ നൽകുന്ന ഒരു രാജ്യത്തെയും ഭാരതത്തിൻ്റെ മണ്ണിൽ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കാൻ അനുവദിക്കില്ല എന്ന കടുത്ത നയതന്ത്ര തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇവിടെ കൈക്കൊണ്ടത്. തോക്കുകൊണ്ട് അതിർത്തിയിൽ മാത്രമല്ല സാമ്പത്തിക രംഗത്തും ശത്രുക്കളുടെ വേരറുക്കാൻ ഭാരതത്തിന് അറിയാമെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് രാജ്യം സ്വീകരിച്ച നടപടികൾ. പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കി കാണിച്ച ആവേശം അവരുടെ സ്വന്തം കമ്പനികളുടെ തകർച്ചയ്ക്കാണ് വഴിമാറിയത്. ഭാരതത്തിലെ വ്യോമയാന മേഖലയിൽ പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് രംഗത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന കമ്പനിയായിരുന്നു സെലിബി ഗ്രൂപ്പ്. വിമാനങ്ങളുടെ പാർക്കിംഗ്, ലഗേജ് ഹാൻഡിലിംഗ്, കാർഗോ സർവീസുകൾ തുടങ്ങി വിമാനത്താവളങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ തന്ത്രപ്രധാനമായ മേഖലകളിലായിരുന്നു തുർക്കി കമ്പനികൾ ഭാരതത്തിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് അങ്ങേയറ്റം പ്രാധാന്യമുള്ള വിമാനത്താവളങ്ങൾ പോലുള്ള തന്ത്രപ്രധാന മേഖലകളിൽ ഭാരത വിരുദ്ധ ചേരിയിലുള്ള ഒരു രാജ്യത്തിൻ്റെ കമ്പനിയെ തുടരാൻ അനുവദിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും വ്യോമയാന മന്ത്രാലയവും വിലയിരുത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സെലിബി ഏവിയേഷന് രാജ്യത്ത് പ്രവർത്തിക്കാൻ നൽകിയിരുന്ന സുരക്ഷാ അനുമതി കേന്ദ്ര സർക്കാർ അടിയന്തരമായി റദ്ദാക്കി. ഇതോടെ കമ്പനിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഒരൊറ്റ രാത്രി കൊണ്ട് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. നീണ്ട 17 വർഷത്തെ കഠിനാധ്വാനവും കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപവും കൊണ്ട് ഭാരത മണ്ണിൽ തുർക്കിഷ് മുതലാളിമാർ കെട്ടിപ്പടുത്ത വൻ ബിസിനസ് സാമ്രാജ്യമാണ് കേന്ദ്രത്തിൻ്റെ ഒരൊറ്റ നയതന്ത്ര ഉത്തരവിലൂടെ തകർന്നടിഞ്ഞത്. ഈ നടപടിയുടെ ആഘാതം എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്.
ദില്ലി, മുംബൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു, കൊച്ചി അടക്കം രാജ്യത്തെ ഏറ്റവും തിരക്കേറിയതും തന്ത്രപ്രധാനവുമായ 9 പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലായിരുന്നു സെലബി തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിരുന്നത്. കേന്ദ്രത്തിന്റെ കനത്ത ഉപരോധം വന്നതോടെ ഈ 9 വിമാനത്താവളങ്ങളിലെയും ഇവരുടെ ഓഫീസുകളും പ്രവർത്തനങ്ങളും പൂട്ടി സീൽ വെക്കേണ്ടി വന്നു. പ്രതിവർഷം 58,000 വിമാന സർവീസുകളുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ചുമതലകൾ വരെ ഭാരതത്തിൽ ഈ കമ്പനി വിജയകരമായി കൈകാര്യം ചെയ്തിരുന്നു. ഈ വൻ ശൃംഖലയാണ് കേന്ദ്ര സർക്കാർ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കിയത്. വിപണിയിൽ ഏകദേശം 40 മുതൽ 50 കോടി ഡോളർ വരെ മൂല്യമുണ്ടായിരുന്ന കമ്പനിയുടെ ആസ്തിയും അന്താരാഷ്ട്ര കരാറുകളും ഒരൊറ്റ രാത്രി കൊണ്ട് റദ്ദാക്കപ്പെട്ടതോടെ കമ്പനിയുടെ ആകെ മൂല്യം 0-ലേക്ക് പതിച്ചുവെന്ന് ചെയർപേഴ്സൺ കാനൻ സെലിബിയോഗ്ലു വെളിപ്പെടുത്തി. ഭാരതം പെട്ടെന്ന് കരാറുകൾ റദ്ദാക്കിയതോടെ കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന 10,000-ഓളം ജീവനക്കാരുടെ ഭാവി പ്രതിസന്ധിയിലാവുകയും പ്രവർത്തനങ്ങൾ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇവരെ ഉടനടി മറ്റ് തദ്ദേശീയ കമ്പനികളിലേക്ക് മാറ്റി നിയമിക്കേണ്ട അവസ്ഥയിലേക്ക് സെലബി ഗ്രൂപ്പ് തള്ളപ്പെടുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അപ്രതീക്ഷിതമായ ഈ ഉപരോധ നടപടിക്കെതിരെ സെലബി ഗ്രൂപ്പ് അടിയന്തരമായി ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തങ്ങൾക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെന്നും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഭാരതത്തിൽ നടത്തിയിട്ടുള്ള തങ്ങളോട് കാരണം കാണിക്കൽ നോട്ടീസ് പോലും നൽകാതെയാണ് കേന്ദ്രം ഈ നടപടി സ്വീകരിച്ചതെന്നും കാണിച്ച് കേന്ദ്ര ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് കമ്പനി കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ കേസ് പരിഗണിച്ച ദില്ലി ഹൈക്കോടതിയുടെ നിലപാട് തുർക്കി കമ്പനിയുടെയും അവരെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര ശക്തികളുടെയും കണ്ണ് തുറപ്പിക്കുന്നതായിരുന്നു. വാണിജ്യ താൽപ്പര്യങ്ങൾക്കോ സാമ്പത്തിക ലാഭങ്ങൾക്കോ അല്ല, രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കുമാണ് തങ്ങൾ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് വ്യക്തമാക്കി കോടതി സെലബിയുടെ ഹർജി പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. രാജ്യത്തെ വെല്ലുവിളിക്കുന്ന ശക്തികളെയും ഭീകരവാദികളെയും സഹായിക്കുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾക്ക് ഭാരതത്തിന്റെ മണ്ണിൽ യാതൊരുവിധ നിയമപരിരക്ഷയോ ആനുകൂല്യമോ ലഭിക്കില്ല എന്ന കർശനമായ സന്ദേശമാണ് നീതിന്യായ വ്യവസ്ഥയും ഇതിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം ഒരൊറ്റ ദിവസം കൊണ്ട് തകർന്നടിഞ്ഞതിന്റെ ആഘാതത്തിൽ നിന്നും സെലബി ഗ്രൂപ്പ് ഇതുവരെ മുക്തരായിട്ടില്ല. വ്യോമയാന ബിസിനസ്സിലെ വിപണി വെല്ലുവിളികളെയും അന്താരാഷ്ട്ര തലത്തിലെ മത്സരങ്ങളെയും കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെങ്കിലും ഭാരതം പോലൊരു രാജ്യം ഇത്തരത്തിൽ കർശനമായ നയതന്ത്ര നിലപാട് സ്വീകരിച്ച് തങ്ങളുടെ സാമ്പത്തിക വേരുകൾ അറുത്തുമാറ്റുമെന്ന് തങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് സെലബി ഏവിയേഷൻ ചെയർപേഴ്സൺ കാനൻ സെലിബിയോഗ്ലു പിന്നീട് അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞത്. ഭാരതത്തിന്റെ മണ്ണിൽ ബിസിനസ് ചെയ്ത് സമ്പാദിക്കുന്ന പണം ഉപയോഗിച്ച് ഭാരതത്തിനെതിരെ തന്നെ തിരിയുന്ന പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളെ സഹായിക്കാൻ തുർക്കി തുനിഞ്ഞാൽ അതിനുള്ള വില വളരെ വലുതായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇതിലൂടെ കേന്ദ്രം നൽകിയിരിക്കുന്നത്. പാകിസ്ഥാനെയും തുർക്കിയെയും അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തികമായും നയതന്ത്രപരമായും പൂർണ്ണമായും മുട്ടുകുത്തിക്കുന്ന ഭാരതത്തിന്റെ ഈ കടുത്ത നിലപാട് ആഗോള നയതന്ത്ര രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഭാരതത്തിനെതിരെ അയൽ രാജ്യങ്ങൾ പ്രകോപനം സൃഷ്ടിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്കും കത്തുകൾ അയക്കുന്നതിനും മാത്രമായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ ഇന്നത്തെ ശക്തമായ ഭരണ നേതൃത്വത്തിന് കീഴിൽ ഭാരതം ശത്രുക്കളുടെ സാമ്പത്തിക നട്ടെല്ലൊടിക്കുന്ന തന്ത്രങ്ങളാണ് പയറ്റുന്നത്. ചൈനീസ് ആപ്പുകൾ നിരോധിച്ചുകൊണ്ട് ചൈനയ്ക്ക് നൽകിയ ഡിജിറ്റൽ പ്രഹരം പോലെ ഇപ്പോൾ തുർക്കി കമ്പനികളുടെ സുരക്ഷാ അനുമതി റദ്ദാക്കിക്കൊണ്ട് തുർക്കിക്കും പാകിസ്ഥാനും ഒരേ സമയം ശക്തമായ മുന്നറിയിപ്പാണ് രാജ്യം നൽകിയിരിക്കുന്നത്. ഭാരതത്തിന്റെ വിപണി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ്. ഇവിടെ വന്ന് ബിസിനസ് ചെയ്യാനും ലാഭമുണ്ടാക്കാനും ആഗ്രഹിക്കുന്ന ഏത് വിദേശ രാജ്യവും ആദ്യം ഭാരതത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും ബഹുമാനിക്കാൻ പഠിക്കണം. ശത്രുരാജ്യമായ പാകിസ്ഥാന്റെ ഭീകരവാദ നയങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആർക്കും ഭാരതത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന ഈ പ്രഖ്യാപനം ആഗോളതലത്തിലുള്ള മറ്റ് വിദേശ നിക്ഷേപകർക്കും വ്യക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ ഉപരോധത്തിലൂടെ തുർക്കി കമ്പനിയെ നിലംപരിശാക്കിയ കേന്ദ്ര സർക്കാരിന്റെ ഈ ചാണക്യതന്ത്രം രാജ്യത്തെ ഓരോ പൗരനും അഭിമാനം നൽകുന്ന ഒന്നാണ്. ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ശക്തികൾക്കെതിരെ ഇനിയും കടുത്ത നടപടികളുമായി രാജ്യം മുന്നോട്ടു പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം കൈക്കൊള്ളുന്ന ഓരോ സാമ്പത്തിക നയങ്ങളും കൃത്യമായ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണ്. തുർക്കി ഭരണകൂടം കാലങ്ങളായി സ്വീകരിച്ചു വരുന്ന കാശ്മീർ നയങ്ങൾക്കും ഭാരത വിരുദ്ധ പ്രസ്താവനകൾക്കുമുള്ള കൃത്യമായ മറുപടിയാണ് ഈ സാമ്പത്തിക ഉപരോധം. പാകിസ്ഥാനെ സൈനികമായും സാമ്പത്തികമായും താങ്ങി നിർത്താൻ ശ്രമിക്കുന്ന തുർക്കിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾക്ക് തന്നെ പ്രഹരമേൽപ്പിക്കാൻ ഭാരതത്തിന് കഴിഞ്ഞു എന്നത് നയതന്ത്ര രംഗത്തെ വലിയൊരു വിജയമാണ്.
അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർ ഇപ്പോൾ സ്വന്തം സാമ്പത്തിക തകർച്ച ഭയന്ന് പിൻവാങ്ങേണ്ട അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. വിദേശ കമ്പനികൾക്ക് ഭാരതത്തിൽ നിക്ഷേപം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും രാജ്യം ഒരുക്കുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും കേന്ദ്ര സർക്കാർ തയ്യാറല്ല. വ്യോമയാന മേഖല പോലെയുള്ള അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള മേഖലകളിൽ തദ്ദേശീയ കമ്പനികൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് സ്വാശ്രയത്വം കൈവരിക്കാനുള്ള ശ്രമങ്ങളും ഇതിനോടൊപ്പം ശക്തമായി മുന്നോട്ടു പോകുന്നുണ്ട്. തുർക്കി കമ്പനിയുടെ അപ്രതീക്ഷിതമായ തകർച്ച മറ്റ് വിദേശ നിക്ഷേപകർക്കും തങ്ങളുടെ നയങ്ങൾ പുനഃപരിശോധിക്കാനുള്ള ഒരു കർശനമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. അന്താരാഷ്ട്ര വേദികളിലും ഐക്യരാഷ്ട്ര സഭയിലും ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുകയും പാകിസ്ഥാന്റെ ഭീകരവാദ നിലപാടുകളെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് തുർക്കിയുടെ ഒരു സ്ഥിരം ശൈലിയായിരുന്നു. കശ്മീർ വിഷയത്തിൽ ഉൾപ്പെടെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് നിരവധി കുതന്ത്രങ്ങളാണ് മെനഞ്ഞത്. എന്നാൽ അന്നൊക്കെ നയതന്ത്രപരമായ പ്രതിഷേധങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഭാരതത്തിന്റെ പ്രതികരണം ഇപ്പോൾ ശത്രുക്കളുടെ സാമ്പത്തിക അടിത്തറ ഇളക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന സുപ്രധാന സൈനിക നീക്കത്തിനിടെ ഭാരതത്തിന്റെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കാനും പാകിസ്ഥാൻ ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ നൽകാനും തുർക്കി ശ്രമിച്ചപ്പോഴാണ് കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ആയുധം പുറത്തെടുത്തത്. ഒരു വശത്ത് ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് ബിസിനസ് ചെയ്ത് കോടികൾ ലാഭമുണ്ടാക്കുകയും ആ പണം ഉപയോഗിച്ച് ഭാരതത്തിന്റെ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇനിമേൽ അനുവദിക്കില്ല എന്ന് ഭാരതം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സാമ്പത്തിക ശക്തികളിലൊന്നാണിന്ന് ഭാരതം. ഏതൊരു വലിയ അന്താരാഷ്ട്ര കമ്പനിക്കും തങ്ങളുടെ ബിസിനസ് വളർത്തണമെങ്കിൽ ഭാരതത്തിന്റെ വിപണിയെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഭാരത സർക്കാർ നയതന്ത്ര രംഗത്ത് കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. ഭാരതത്തിന്റെ വിപണിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എത്രത്തോളം വലുതാണെന്ന് സെലിബി ഏവിയേഷന്റെ തകർച്ചയിലൂടെ തുർക്കി ഇപ്പോൾ നേരിട്ട് അനുഭവിച്ചറിയുകയാണ്. ഒരൊറ്റ ദിവസം കൊണ്ട് $500 മില്യൺ മൂല്യം നഷ്ടപ്പെടുക എന്നത് ഏതൊരു ആഗോള കമ്പനിയുടെയും തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ഒന്നാണ്. ഭാരതത്തിൽ 17 വർഷം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത എല്ലാ കരാറുകളും വിശ്വസ്തതയുമാണ് കേന്ദ്രത്തിന്റെ ഒരൊറ്റ ഉത്തരവിലൂടെ ഇല്ലാതായത്. ഇത് തുർക്കി ഭരണകൂടത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഭാരത വിരുദ്ധ ചേരിയെ പിന്തുണയ്ക്കുന്നത് സ്വന്തം രാജ്യത്തെ കമ്പനികളുടെ നാശത്തിന് കാരണമാകുമെന്ന് തുർക്കി ഭരണാധികാരികൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും. വിദേശ കമ്പനികൾക്ക് ഏർപ്പെടുത്തുന്ന ഇത്തരം സുരക്ഷാ ഉപരോധങ്ങൾ ഭാരതത്തിന്റെ തദ്ദേശീയ കമ്പനികൾക്ക് വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. വ്യോമയാന മേഖലയിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് രംഗത്ത് തുർക്കി കമ്പനി കൈയടക്കി വെച്ചിരുന്ന വലിയൊരു വിപണിയാണ് ഇപ്പോൾ ഭാരതീയ കമ്പനികൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തു പകരും. ഒപ്പം തന്നെ തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളുടെ സുരക്ഷ പൂർണ്ണമായും വിശ്വസ്തരായ തദ്ദേശീയ ശക്തികളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുകയും ചെയ്യും. അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന സൈനികർക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് ഭരണകൂടം കൈക്കൊള്ളുന്ന ഇത്തരം ശക്തമായ സാമ്പത്തിക തീരുമാനങ്ങൾ. ശത്രു രാജ്യങ്ങളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഒരുപോലെ പ്രതിരോധിക്കാൻ ഭാരതം ഇന്ന് സജ്ജമാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഉപരോധത്തിലൂടെ തുർക്കി കമ്പനിയെ നിലംപരിശാക്കിയ കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി ഭാരതത്തിന്റെ നയതന്ത്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും തൊട്ടുകളിക്കാൻ ശ്രമിക്കുന്ന ഏതൊരു അന്താരാഷ്ട്ര ശക്തിക്കും ഇതൊരു കടുത്ത പാഠമാണ്. പാകിസ്ഥാനെയും തുർക്കിയെയും ഒരേ സമയം മുട്ടുകുത്തിച്ചുകൊണ്ട് ഭാരതം തങ്ങളുടെ ആഗോള സ്വാധീനവും ശക്തിയും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും രാജ്യം തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശം ലോകത്തിന് നൽകിക്കൊണ്ട് ഭാരതം ഇന്ന് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.